Hi friends, എല്ലാവർക്കും മെർസ്റ്റൈലിന്റെ DIY സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ഇൻട്രോ സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളെല്ലാവരും പ്രൊജക്ട്സ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ആ പ്രൊജക്ട്സിനെ എങ്ങനെ മോഡിഫൈ ചെയ്യുക, അത് വെച്ചിട്ട് എങ്ങനെ പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കാന്നൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ, ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യണ പ്രൊജക്ട്സിന് ഒരുപടി മുന്നിലേക്ക് വേണ്ടി നമ്മൾ അതിനെ മോഡിഫൈ ചെയ്ത് പുതിയ പ്രൊജക്ട്സ് ഉണ്ടാക്കണം. അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ വീഡിയോന്റെ മെയിൻ പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ നെറ്റ്ഫ്ലിക്സ് ടിവിയെ കുറിച്ച് പറയും. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ചാനൽ ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്, 1.5K സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പോൾ അതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ ഒരു നെറ്റ്ഫ്ലിക്സ് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ഒരു മാസത്തേക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഗീവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് ഒരു ഡയറക്റ്റ് മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് വീഡിയോയ്ക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന മാതിരി നമ്മളൊരു എക്സ്റ്റൻഷൻ ബോർഡ് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ എന്താണ് ബേസിക്കലി ഒരു എക്സ്റ്റൻഷൻ ബോർഡ്? ഒരു പവറുള്ള സോക്കറ്റ്, അതായത് ഹോട്ട്, ന്യൂട്രൽ, എർത്ത് ഉള്ള ഒരു സോക്കറ്റിന് നമ്മൾ വയർ വലിച്ച് വേറൊരു സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ബേസിക്കലി എക്സ്റ്റൻഷൻ ബോർഡ്. അതിൽ നമ്മൾ കുറച്ച് ഫ്യൂസും ഇൻഡിക്കേറ്ററും സ്വിച്ചും ഒക്കെ ആഡ് ചെയ്തൊന്ന് മോഡിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബേസിക് ഐഡിയ കിട്ടിയാൽ തന്നെ നിങ്ങളുടെ പകുതി കാര്യം സെറ്റ്. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സോക്കറ്റ്, അതായത് ബോർഡത്തെ സോക്കറ്റത്തെ ന്യൂട്രലും നമ്മുടെ പവറുള്ള സോക്കറ്റത്തെ ന്യൂട്രലും എർത്തും ഹോട്ടും ഒരുമിച്ച് കണക്ട് ആയി കഴിഞ്ഞാൽ സംഭവം റെഡി. പിന്നെ നിങ്ങൾക്ക് ഏത് സോക്കറ്റ് ആയിട്ടെ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അല്ലാണ്ട് പുറത്തത്തെ സോക്കറ്റ് ആയിട്ട്, ഇൻഡിക്കേറ്റർ ആയിട്ട്, സ്വിച്ച് ആയിട്ട് നിങ്ങൾക്ക് ഒരു അടിപൊളി ബോർഡ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് കൺസ്ട്രക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോർഡ് എടുക്കാം. ബോർഡിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ സ്വിച്ചും ഇൻഡിക്കേറ്ററും വയ്ക്കാം, അടിയിൽ നമുക്ക് സോക്കറ്റ്സും വയ്ക്കാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ സോക്കറ്റിനും സെപ്പറേറ്റ് സ്വിച്ചസാണ് വെച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച്, മെയിൻ സ്വിച്ച് മാതിരി വെച്ചാൽ മതി. അപ്പോൾ ആ സ്വിച്ച് ഓൺ ചെയ്താൽ എല്ലാ സോക്കറ്റിക്കും സപ്ലൈ പോകണ മാതിരി ചെയ്യാം. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ശരിക്കുള്ള വയറിങ്ങിലേക്ക് പോകും. അപ്പോൾ നമുക്ക് സോക്കറ്റിൽ 3 ടെർമിനലാണ്, ഒന്ന് എർത്തും ന്യൂട്രലും ഹോട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാ എർത്തും ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി എല്ലാ ന്യൂട്രലും നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം സ്വിച്ച് എന്താണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 2 ടെർമിനലും ക്ലോസ് ആവും. അതായത് മുകളിലത്തെ ടെർമിനലിൽ എന്ത് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു അത് തന്നെ ചുവട്ടത്തെ ടെർമിനലിലേക്കും വരും. അപ്പോൾ നമുക്ക് എല്ലാ മുകളിലത്തെ ടെർമിനലും ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് സ്വിച്ച് ഓൺ ആക്കണോ അപ്പോൾ അതിൻ്റെ അടിയത്തെ ടെർമിനലിലേക്ക് ആ സപ്ലൈ വരികയും ചെയ്യും. അത് നേരെ നമുക്ക് സോക്കറ്റിലേക്ക്, അതിൻ്റെ റെസ്പെക്റ്റീവ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ന്യൂട്രൽ കണക്ട് ചെയ്ത മാതിരി തന്നെ നമ്മൾ സ്വിച്ചിൻ്റെ എല്ലാ മീതത്തെ ഭാഗവും ഒരുമിച്ച് കണക്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ അടിഭാഗം അതിൻ്റെ റെസ്പെക്റ്റീവ് സോക്കറ്റിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കും.
ഇനി നമുക്ക് ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ഒരെണ്ണം നമ്മുടെ സ്വിച്ചിൻ്റെ മീതേക്കും ഒരെണ്ണം ന്യൂട്രലിലേക്കും കണക്ട് ചെയ്യാം. അപ്പോൾ അടുത്ത് പറഞ്ഞ ഫ്യൂസാണ്. അപ്പോൾ ഫ്യൂസിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുത്തിട്ട് നമ്മൾ സ്വിച്ചിൻ്റെ മീതേക്ക് ഒരു കണക്ഷൻ കൊടുക്കുക. എല്ലാ സ്വിച്ചും ഇൻ്റർലിങ്ക്ഡ് ആയതുകൊണ്ട് സപ്ലൈ എല്ലാത്തേക്കും പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫ്യൂസിൻ്റെ അടിഭാഗത്ത് നിന്ന് എടുത്തിട്ട് സ്വിച്ചിൻ്റെ മീതേക്ക് കണക്ട് ചെയ്യുക. പുറത്തുനിന്ന് വരുന്നത് നേരെ ഫ്യൂസിൻ്റെ മീതേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മുടെ കേബിളാണ്. ആ കേബിളിൻ്റെ ഒരെണ്ണം നമ്മൾ പ്ലഗിക്ക് കണക്ട് ചെയ്യാനും മറ്റേ എൻഡ് നമ്മൾ നേരെ സോക്കറ്റിൽ നമ്മൾ ഇത്രയും നേരം കണക്ട് ചെയ്ത ബോക്സിൻ്റെ ഉള്ളിലേക്ക് കണക്ട് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ 3 ടെർമിനലാണ്. ഒന്ന് എർത്തും ന്യൂട്രലും അതേമാതിരി ഹോട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തു. ഇനി ഇത് നമ്മൾ എന്തിനാണ് വെക്കുന്നത് വെച്ചാൽ അഥവാ നമ്മുടെ വയറ് വെല്ലിന് പോയാലും നമ്മുടെ കണക്ഷൻ കേട് വരാണ്ടിരിക്കുകയാണ്. ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേബിളിൻ്റെ ഏറ്റത്തെ പണിയാണ്. പ്ലഗ് അപ്പോൾ റെഡിയായി. കേബിളിൻ്റെ മറ്റേറ്റ ഒരു ഹോൾ ഉണ്ടാക്കി ബോക്സിലേക്ക് ഇടാം. എന്നിട്ട് നമ്മളൊരു നോട്ട് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാ വെച്ചാൽ അഥവാ വയറ് വലിനാലും നമ്മുടെ ഉള്ളിലത്തെ കണക്ഷൻസ് കേടുവരാണ്ടിരിക്കുകയാണ്. പൊട്ടൻഷ്യലിലെ ഹോട്ട് വയർ എടുത്തിട്ട് നമ്മുടെ ഫ്യൂസിൻ്റെ മീതേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി നമ്മൾ എർത്ത് എടുത്തിട്ട് അടിയത്തെ ഏതെങ്കിലും സോക്കറ്റിൻ്റെ എർത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതേമാതിരി നമ്മൾ ന്യൂട്രൽ എടുത്തിട്ട് അടിയത്തെ സോക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു ന്യൂട്രലിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. വയർ തികയാത്തതുകൊണ്ട് ഞാൻ വലിയൊരു വയർ എടുത്തിട്ട് ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നേരാവണ്ണം സീൽ ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോക്സ് ക്ലോസ് ചെയ്യാം. ഇത് നമ്മുടെ ഫ്യൂസാണ്. ഫ്യൂസിൽ ഞാനൊരു ചെറിയ കോപ്പർ വയർ വെച്ചിട്ടാണ് കണക്ട് ചെയ്ത്. പക്ഷേ സേഫ് ആവുന്നത് ഒരു ഫ്യൂസ് വയർ വെച്ച് കണക്ട് ചെയ്യാവും സേഫും നല്ലതും. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷൻ ബോർഡ് റെഡിയായി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന അടുത്ത വീഡിയോയിൽ നമ്മളൊരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഡിസ്പെൻസർ ഉണ്ടാക്കുന്നത് അതേ ലോജിക്ക് വെച്ച് നമ്മൾ വരുന്ന വീഡിയോയിൽ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പണർ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സംശയങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. എക്സ്റ്റൻഷൻ ബോർഡ് എനിക്ക് ലാപ്പ് ചാർജ് ചെയ്യണം. ഇത് പിടിക്കും. പിന്നെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ വിചാരിക്കുന്നു നമ്മൾ വരുന്ന വീഡിയോയിൽ
വരുന്ന വീഡിയോ ഇല്ല ഇവിടെ നിന്ന് വരുന്നു. നമ്മളൊരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ചെയ്യാം. അധികം ഓവറാക്കാതെ. അധികം ഓവറാക്കണ്ടേ. ഇത് ഭയങ്കര പാടാണ്. അതേ ലോജിക്ക് വെച്ചിട്ട് നമ്മൾ വരുന്ന വീഡിയോയിൽ ഒരു ഡോട്ടർ കമന്റ് ചെയ്യാം. കഴിഞ്ഞു. ആ